നമ്മൾ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞാൽ പോരാ, വിളമ്പാൻ അറിയണം എന്നുള്ളൊരു മെസ്സേജാണ്. അത് കൃത്യമായിട്ട് ഞാനൊരു പ്രാവശ്യം വേൾഡ് ഷെഫ് ഡേക്ക് ഞാൻ കൊച്ചിയിലൊരു ഹനീഫ് കെ ഉണ്ട്. ഹനീഫ് ക കഴിച്ചിട്ടുണ്ടോ? ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഇറച്ചിക്കാരുടെ ഒരു മെയിൻ സാധനമാണ് ഇറച്ചിച്ചോറ്. അതിൻ്റെ ഏറ്റവും വലിയ ഉസ്താദ് എന്ന് പറയുന്ന ഹനീഫ് കെ. കൊച്ചിക്കാർക്ക് മുഴുവൻ അറിയാം. ഹനീഫ് കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇറച്ചിച്ചോറ്, ബീഫിൻ്റെ ഇറച്ചിച്ചോറ് വിളമ്പുന്നത് 100 രൂപയും 110 രൂപയ്ക്കാണ്. ഒരിക്കലും അത്രയും ക്വാളിറ്റിയിൽ ആ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം 500 രൂപ കൂടുതലുണ്ട്, അല്ലെങ്കിൽ 400 രൂപ കൂടുതലുണ്ട്. ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, ഇപ്പം 400 രൂപ കൂടുതലുണ്ട്. വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ എന്നാണ് ഈ ഇറച്ചിച്ചോറിന് പറയുന്ന വേറൊരു പേര്. മിനിമം ആ ഒരു ഇറച്ചിച്ചോറിനകത്ത് 1 ലിറ്റർ വെളിച്ചെണ്ണയെങ്കിലും, അത്രയും ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയെങ്കിലും ചേർക്കേണ്ടി വരും. എന്നിട്ടും മൂപ്പർ ഇപ്പോഴും 100 രൂപയ്ക്കോ 110 രൂപയ്ക്കോ ആണ് കൊടുക്കുന്നത്. കൊച്ചു കടയാണ്. പുള്ളി അത് വലിയ ബ്രാൻഡിങ് ആക്കാൻ നോക്കിയിട്ടില്ല. പക്ഷേ അല്ല, ഈ ഫോട്ടോ വെച്ച് മട്ടാച്ചേരി സൈഡിലാണ് പിന്നെ ഹനീഫ് കെയുടെ ആ മുസ്ലിം പള്ളിയുടെ ചേർന്നാണ് ഹനീഫ്. അന്ന് ഈ വെള്ളിയാഴ്ചകളിലാണ് ഏറ്റവും വലിയ തിരക്ക്. ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കഴിക്കാൻ ഇവിടെ വരും. ആ സമയത്ത് ആ ചൂടത്ത് അവിടെ പോയി ഇരുന്ന് കഴിക്കുന്ന ആ ചൂടത്ത് ഈ ചൂട് ഇറച്ചിച്ചോറ് കഴിച്ചിട്ട് നമ്മൾ വിയർക്കും. ഈ കൂട്ടത്തിലിരുന്ന് കഴിക്കാനാണ് ഏറ്റവും ക്യൂ നിൽക്കേണ്ടി വരും കുറേ നേരം. ആ ക്യൂ നിന്നിട്ട് ആൾക്കാരുടെ കൂടെ തള്ളി ഇടിച്ച് ഒരാൾ എണീക്കുമ്പോൾ അടുത്ത ആൾ കയറി ഇരുന്ന് ഇറച്ചിച്ചോറ് കഴിക്കും. വെള്ളിയാഴ്ചയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് അത് കഴിക്കാൻ പറ്റുന്നത്. അത് ഈ ആൾക്കാരെല്ലാം കാത്തു നിൽക്കുന്നതിൻ്റെ ആ വിശപ്പിൻ്റെ ഒക്കെ ഒരു സമയമുണ്ട്. ആ നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ്. അതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ കാലിയാണ്. പക്ഷേ ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയാൽ, ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ ചില വീട്ടിൽ തന്നെ ബിരിയാണി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഹനീഫ് ഇറച്ചിച്ചോറ് കഴിച്ചിട്ടേ പോകുള്ളൂ. അത്രയും അത് ആ വിളമ്പാൻ അറിയുന്ന ഒരാൾ ഈ പൈസ കൂട്ടാതെ ഇത്രയും പ്രശ്നം വന്നിട്ട് പോയി. ഇത്രയും എല്ലാ സാധനങ്ങൾക്കും ബീഫിന് വില കൂടി, റൈസിന് വില കൂടി, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി, എന്നാൽ പോലും ഒരാൾ ആ മനസ്സുണ്ടല്ലോ, ആ ഹനീഫ് ശരിക്കും ഷെഫ് എന്ന് പറയും. 100 രൂപയ്ക്ക് പകരം 10 രൂപയാണ് ലാഭം കിട്ടണമെങ്കിൽ ആ 10 രൂപ കൊണ്ട് 100 രൂപയുടെ കാര്യം നടക്കും. ഞാൻ ഈ ഹനീഫ് കെയുടെ വീഡിയോ ഒരു 10 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. എൻ്റെ പഴയ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഹനീഫ് കെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് 2 തവണ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, ഹോട്ട് ആൻഡ് സ്പൈസി എന്ന് പറഞ്ഞിട്ട് ACVയിൽ വരുന്ന ഒരു സാധനം. എലീന പടിക്കൽ പോയിട്ട് അവിടുത്തെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിഷും എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ചാനലുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു ന്യൂസ് ചാനലുണ്ടായിരുന്നു, നിന്നുപോയി. ആ ന്യൂസ് ചാനലിൽ ഡിഷും എന്ന് പറഞ്ഞൊരു ഫുഡിൻ്റെ ഷോ ചെയ്തിട്ട് ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തത് ഹനീഫ് കെയുടെ എപ്പിസോഡായിരുന്നു. അപ്പോൾ കാരണം ഈ മനുഷ്യനെ എല്ലാവരും ഈ കച്ചവടം കൂടുതൽ നടക്കണം. ഫുഡിന് ഒരാൾ വന്ന് കഴിച്ചാൽ ഒരാൾക്ക് 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപ ബഡ്ജറ്റ് ഇടണോ എന്നൊക്കെ ആലോചിച്ച് ഫുഡിൻ്റെ റേറ്റ് കൂട്ടാനായിട്ടൊക്കെ എപ്പോഴും ഒരു വാണിജ്യവൽക്കരണത്തിന് അവർക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഹനീഫ് കെക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്, പക്ഷേ എന്നാൽ പോലും ഈ ബാക്കിയുള്ളവരുടെ മനസ്സിലാണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഹനീഫ് കെക്ക് 150 രൂപ കൊടുത്താലും ഒരിക്കലും ഇത് നഷ്ടമല്ല. എന്നാലും പുള്ളി ഒരു 110 രൂപ എല്ലാവർക്കും കഴിക്കാൻ, എൻ്റെ ഫുഡ് എല്ലാവർക്കും കഴിക്കാൻ പറ്റണം എന്നുള്ള ചിന്തയാണ്. കൂടുതൽ കച്ചവടം, കുറഞ്ഞ ലാഭം. അതെ, ആ ലാഭത്തിൽ ഈ കച്ചവടക്കാർക്ക് നോക്കുമ്പോൾ ഹനീഫ് ക മണ്ടനായിരിക്കാം ചിലപ്പോൾ, കളിയാക്കും ചിലപ്പോൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ഫുഡിനെ സ്നേഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹനീഫ് ക വലിയ മഹാനാണ്.